ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബികോം ഫിനാൻസിൻ്റെ നെക്സ്റ്റ് എക്സാം നമുക്കറിയാം ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എന്തായാലും ബികോം CA ഓഫീസ് ഓട്ടോമേഷൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 നമുക്ക് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ദറ്റ് കമ്മിറ്റ്സ് ഫണ്ട്സ് ഇൻ എനി ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ഫോംസ് ഇൻ ദ പ്രസൻറ്റ് എക്സ്പെക്ടിങ് ടു റിസീവ് ആൻ അഡീഷണൽ റിട്ടേൺ ഇൻ ദ ഫ്യൂച്ചർ. അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് റിട്ടേൺ കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സാക്രിഫൈസിങ് പ്രസൻറ്റ് കൺസംഷൻ ഫോർ ഫ്യൂച്ചർ ഗെയിൻ. ഫ്യൂച്ചറിൽ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രസൻ്റ്ലി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ റിട്ടേൺ. അല്ലേ, ഫ്യൂച്ചർ റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഫണ്ട് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഇനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന എസെൻഷ്യൽ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതായത് അതിലുണ്ടായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റിസ്ക് ഫാക്ടർ ഉണ്ടായിരിക്കില്ല. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടായിരിക്കും. റിസ്ക് ഈസ് ആൻഡ് ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എവറി ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും സ്വമേധയ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു നിക്ഷേപത്തിന് എന്തായാലും അതിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു സവിശേഷതയാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ലോസിങ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടാം എന്നുള്ള ഒരു പോസിബിലിറ്റിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുക. അപ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് റിട്ടേൺ. ദ പ്രൈമറി ഗോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അതായത് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. അല്ലേ, മൂന്നാമത് സേഫ്റ്റിയാണ്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ദയർ ക്യാപിറ്റൽ ടു ബി സെക്യൂർ. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഉണ്ടല്ലോ, മൂലധനം, അത് സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ് അവർ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഫാക്ടർ. 4, ലിക്വിഡിറ്റിയാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു ക്വിക്ക്ലി സെല്ല് ഓർ കൺവേർട്ട് ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് ഇൻകറിങ് എനി ലോസ്. അത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാപിറ്റലാക്കി മാറ്റുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റുകയോ ചെയ്യുക. അതൊരു പ്രോസസ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുക. അപ്പോൾ അവിടെ നമുക്ക് ലോസ് ഉണ്ടാവാൻ പാടില്ല. ലോസ് ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ലിക്വിഡിറ്റി. 5, മാർക്കറ്റബിലിറ്റിയാണ്. ഇറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ദേ ആർ മാർക്കറ്റബിൾ. എപ്പോഴും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആണ്. ഇൻകം സ്റ്റെബിലിറ്റി റെഫേഴ്സ് ടു ദ റെഗുലാരിറ്റി ഓഫ് ഇൻകം വിത്തൗട്ട് എനി ഫ്ലക്ച്വേഷൻ. അല്ലേ, അതായത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ, ആ വരുമാനം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ ഒരു ചേഞ്ചസും വരാതെ നമുക്ക് റെഗുലറായിട്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ സാലറിയൻ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ മാർക്കറ്റിലോ ഡിബഞ്ചറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ടിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത നെഗോഷ്യബിൾ സെക്യൂരിറ്റി. ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ക്യാൻ ബി ട്രേഡഡ് ഇൻ മാർക്കറ്റ്സ് ആണ്. അടുത്താണ്, അതായത് നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്താണ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ചോദിക്കാൻ ചിലപ്പോൾ ടൈപ്സ് ഓഫ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതിലൊന്നാണ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഫിനാൻസിങ് സോഴ്സാണ്. കമ്പനികളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോങ് ടേം സോഴ്സാണ് ഇക്വിറ്റി ഷെയർ. ദീസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക് ആണ് ആൻഡ് ആർ നോൺ റെഡീമബിൾ ആണ്. അതായത് ഈ ഷെയറുകൾ കമ്പനി എന്ത് ചെയ്യുക, പബ്ലിക്കിലേക്കാണ് വിൽക്കുക. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റെഡീം ചെയ്യാൻ പറ്റില്ല, അതായത് തിരിച്ച് വാങ്ങാൻ പറ്റില്ല. അവർ കമ്പനിയുടെ ഓണേഴ്സ് ആവുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അവർക്ക് എന്തുണ്ടാവും, ഒരു വോട്ടിംഗ് റൈറ്റ് കമ്പനിയിൽ ഉണ്ടായിരിക്കും. കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ച് അവർക്ക് ഒരു ഡിവിഡൻഡ് കിട്ടും. അതാണ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റി. ഇനി ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് വേരി ചെയ്യും, മാറും അല്ലേ. കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി അങ്ങനെയല്ല. അതിൽ വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ വാങ്ങുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കിട്ടുക അല്ലേ. അവർക്ക് എത്ര കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാലും കുറവ് പ്രോഫിറ്റ് കിട്ടിയാലും അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ലാഭവിഹിതം കിട്ടും. അതാണ് പ്രിഫറൻസ് ഷെയർ. അതിനെയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയുക. അതിൽ വരുന്നതാണ് മറ്റൊരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ഡിബഞ്ചർ. കമ്പനി ഡിബഞ്ചറുകൾ, കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അതും എന്താണ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ്. അതുപോലെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് ബോണ്ട് കേട്ടോ. അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതും ആ ബോണ്ട് പോലത്തെ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പറയാം. അതുപോലെ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്, അതും അതിൽ വരുന്ന ആ ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ്.
അപ്പോൾ അത്രയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ. അടുത്ത നമ്മൾ പറഞ്ഞു വേരിയബിൾ ഇൻകം സെക്യൂരിറ്റി വരുന്നത് ഇക്വിറ്റി ഷെയർ അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഓതറൈസ് ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലാണ് ഓതറൈസ് ക്യാപിറ്റൽ. അതിൽ കമ്പനിക്ക് അത്യാവശ്യം ഇപ്പോൾ എത്രത്തോളം ക്യാപിറ്റലാണോ വേണ്ടത് അതായിരിക്കും കമ്പനി എന്ത് ചെയ്യുക, പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുക. അതാണ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ഇനി വിറ്റ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയറും ആളുകൾ വാങ്ങണമെന്നില്ല അല്ലേ. എന്നിട്ട് ആളുകൾ വാങ്ങിയ സബ്സ്ക്രൈബ് ചെയ്ത ഷെയറാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇനി വാങ്ങിയ ഷെയറിൽ എല്ലാ പൈസയും പേയ്മെൻറ്റ് നടത്തണമെന്നില്ല. അങ്ങനെ പെയ്ഡ് ചെയ്ത ആ ക്യാപിറ്റലിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക. അതുപോലെ തന്നെ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പനി ഒരു 50,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 40,000 കമ്പനികൾ ഷെയർ ആളുകൾ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് സബ്സ്ക്രൈബ്ഡ്. ചിലപ്പോൾ അതിനകത്ത് 30,000 ഷെയറിൻ്റെ പൈസ അടച്ചിട്ടുണ്ടാവുള്ളൂ. അതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കേട്ടോ. അടുത്താണ് റൈറ്റ് ഷെയർ. അതും ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയറിൽ പറയാം. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ഷെയറുകൾ പബ്ലിക്കിലേക്ക് വിൽക്കുന്നതിന് മുൻപ് എക്സിസ്റ്റിംഗ് നിലവിലുള്ള ഷെയർ ഹോൾഡറിന് തന്നെ എന്ത് ചെയ്യും, ഷെയറുകൾ ചിലപ്പോൾ അവർക്ക് ഡിസ്കൗണ്ടിലൊക്കെ വിൽക്കും. അപ്പോൾ അതിനെയാണ് റൈറ്റ് ഷെയർ. അപ്പോൾ അവർക്കുള്ള ആ ഒരു അധികാരത്തിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലെ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുക, കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ കമ്പനി ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കേണ്ട ലാഭവിഹിതം. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം കമ്പനി ഷെയർ ആയിട്ട് കൊടുക്കും. കാരണം ക്യാഷ് ആയിട്ട് കൊടുത്താൽ കമ്പനിയുടെ ക്യാഷ് പൊസിഷൻ കുറയും. അപ്പോൾ അങ്ങനെ ക്യാഷ് പൊസിഷൻ കുറയാതിരിക്കാൻ വേണ്ടി കമ്പനികൾ ഷെയർ ഹോൾഡറിന് എന്ത് ചെയ്യും, ഷെയർ ആയിട്ട് കൊടുക്കും. അതിനാണ് ബോണസ് ഷെയർ. ഫ്രീ ആയിട്ട് ഒരു കോസ്റ്റും വാങ്ങാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയറാണ് ബോണസ് ഷെയർ. പിന്നെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനികളിലെ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യും, ഡിസ്കൗണ്ടിൽ ഷെയർ വിൽക്കില്ലേ, അവരെ നമ്മൾ പരിഗണിക്കും ഷെയർ വിൽക്കുമ്പോൾ അല്ലേ. അപ്പോൾ 100 രൂപയുടെ ഷെയർ ചിലപ്പോൾ 95 രൂപയ്ക്ക് വില കുറച്ച് കൊടുക്കും. അപ്പോൾ അവർ ഇത്രയും നാൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അവർക്ക് ഇത്രയും ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷെയറാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതും ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. അത് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് സെക്യൂരിറ്റി ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ട്രഷറി ബില്ല് വരുന്നുണ്ട്. ട്രഷറി ബില്ല് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കുക. അത് ഷോർട്ട് ടേം അപ്ലിക്കേഷൻ ആണ്. CP കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ബ്രീഫായിട്ട് പഠിച്ച് വയ്ക്കുക. CD സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കേട്ടോ, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് നോൺ നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റീസ് കനോട്ട് ബി ട്രേഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ നോൺ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരിക്കലും കനോട്ട് ബി ട്രേഡഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ് കേട്ടോ. ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഡെപ്പോസിറ്റ്. പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ NBFC ഡെപ്പോസിറ്റ് വരുന്നുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നാണ് NBFC എന്ന് പറഞ്ഞാൽ കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ടാക്സ് ഷെൽട്ടേഡ് സേവിംഗ് സ്കീം എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് ഹു പേ ടാക്സസ്. അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ലോസ്, ടാക്സ് ഷെൽട്ടേഡ് സേവിംഗ് സ്കീംസ് പ്രൊവൈഡ് ടാക്സ് റിലീഫ് ടു ദോസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദർ സ്കീം. ഈ സ്കീം പ്രകാരം നമ്മൾ സേവിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ടാക്സ് എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കുക. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഹു പേ ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ ആ ഒരു ടാക്സിൽ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തുള്ള സ്കീമാണ് ടാക്സ് ഷെൽട്ടേഡ് സേവിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പ്രകാരമുള്ള മോസ്റ്റ് ഓഫ് ദ ടാക്സ് ഷെൽട്ടേഡ് സേവിംഗ് പ്ലാനാണ് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് സ്കീം, നാഷണൽ സേവിംഗ് സ്കീം NSS, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പനി ദാറ്റ് പൂൾസ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ് ദ മണി ഇൻ സെക്യൂരിറ്റി സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട്, ഷോർട്ട് ടേം ഡെപ്റ്റുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയാറുണ്ട്. കമ്പൈൻ ഹോൾഡിംഗ് ഓഫ് മ്യൂച്വൽ ഫണ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോർട്ട്ഫോളിയോ കേട്ടോ. ചിലപ്പോൾ പോർട്ട്ഫോളിയോ എന്നത് 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഇനി ഇതിൽ ഓപ്പൺ എൻഡഡ് ഫണ്ട് ഉണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് ഡു നോട്ട് ഹാവ് എനി പർട്ടിക്കുലർ കൺസ്ട്രെയിൻറ്റ്. അതായത് അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലിമിറ്റിംഗ് ഫാക്ടറി ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടാണ് ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ സച്ച് എ സ്പെസിഫിക് പീരീഡ് ആവാം, മോർ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രേഡഡ്. ദീസ് ഫണ്ട്സ് അലോ ഇൻവെസ്റ്റേഴ്സ് ടു ട്രേഡ് ഫണ്ട് അറ്റ് ദ കൺവീനിയൻസ്. അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫണ്ടുകൾ അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ദാറ്റ് റേസസ് ക്യാപിറ്റൽ ഫോർ ഇറ്റ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ഇഷ്യൂയിങ് എ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർ. അതായത് ഒരു സിംഗിൾ IPO സിംഗിൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ നമുക്ക് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർ മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അടുത്താണ് റിയൽ എസ്റ്റേറ്റ്. എവറി ഇൻവെസ്റ്റേഴ്സ് ഹാസ് സം പാർട്ട് ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ റിയൽ എസ്റ്റേറ്റ്സ്. അതായത് എല്ലാ ഇൻവെസ്റ്ററും അവരുടെ പോർട്ട്ഫോളിയോയിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന അതിനകത്ത് അല്ലെങ്കിൽ റിയൽ അസറ്റിൽ എന്ത് ചെയ്യും, ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് എവറി ഇൻഡിവിജ്വൽ ആൻഡ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ഇൻ റെസിഡൻഷ്യൽ ആൻഡ് ഓഫീസ് ബിൽഡിംഗ് റെസ്പെക്റ്റീവ്. സാധാരണ നമുക്ക് അറിയാം, നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആളുകൾ എന്താ ചെയ്യുക, വലിയ വലിയ കോർപ്പറേറ്റ് ഇൻവെസ്റ്ററൊക്കെ സ്ഥലം മേടിച്ചിടുകയോ അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിയിടുകയോ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൂടാതെ അപ്പാർട്ട് ഫ്രം ദീസ് അതേഴ്സ്, അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ ലാൻഡ് ആവാം, സെമി അർബൻ ലാൻഡ് ആവാം, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആവാം, റോ ഹൗസ് ആവാം, ഫാം ഹൗസ്, ഇതൊക്കെ റിയൽ എസ്റ്റേറ്റിൽ വരുന്നതാണ് കേട്ടോ.
ഇനി എന്താണ് പ്രഷ്യസ് ഒബ്ജക്റ്റ്? പ്രഷ്യസ് ഒബ്ജക്റ്റ് ഇൻക്ലൂഡ് ഗോൾഡ്, സിൽവർ ആൻഡ് അതർ പ്രഷ്യസ് സ്റ്റോൺസ് ലൈക്ക് ഡയമണ്ട്സ്. സം ആർട്ടിസ്റ്റ് പീപ്പിൾസ് ഇൻവെസ്റ്റ് ഇൻ ആർട്ട് ഒബ്ജക്ട്സ് ലൈക്ക് പെയിന്റിങ്സ്, അതുപോലെ ആൻസിയൻസ് കോയിൻസ് എക്സെട്ര. അതായത് പ്രഷ്യസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ഒബ്ജക്റ്റിലും ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഗോൾഡ്, സിൽവർ, ഡയമണ്ടിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് ഡെറിവേറ്റീവ്സ്, ഇത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. എ ഡെറിവേറ്റീവ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട് ഹൂസ് വാല്യൂ ഇസ് ഡിറ്റർമിൻഡ് ബൈ എൻ അണ്ടർലൈനിങ് അസറ്റ്, ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഓർ ബെഞ്ച് മാർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടം അസറ്റിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മളൊരു ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കാം. ഈ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്പ്. ഈ 4 ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക, ചോദിക്കാറുണ്ട് കേട്ടോ. ഫോർവേഡ് എന്താണെന്ന് ചോദിക്കാം, ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കാം, ഓപ്ഷൻസ്, സ്വാപ്സ് ഒക്കെ ചോദിക്കാം. അത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. When investors decide to invest in either stocks or bonds or attempt to invest in portfolio, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അക്രോസ് എ മാർക്കറ്റിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. ഒന്ന് ബ്രീഫായിട്ട് പഠിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ വരുന്ന എലമെൻറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഫിനാൻഷ്യൽ അസറ്റും, അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ സർവീസസ്, മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്, ഇക്കോണമി, ഇൻവെസ്റ്റേഴ്സ്, റെഗുലേഷൻസ്. പോർട്ട്ഫോളിയോ റിവിഷൻ ചോദിച്ചിട്ടുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് ഹൗ എഫക്റ്റീവ്ലി ദ ഇൻവെസ്റ്റേഴ്സ് ബിൽഡ് ദെയർ പോർട്ട്ഫോളിയോ, അതായത് ഒരു ഇൻവെസ്റ്ററിന് എങ്ങനെ എഫക്റ്റീവായിട്ട് അവരുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ പെർഫോമൻസ് ഇവാലുവേഷൻ, ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഇവാലുവേറ്റ് ദ പോർട്ട്ഫോളിയോസ് പെർഫോമൻസ് ഓവർ എ പീരീഡ്. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോർട്ട്ഫോളിയോ നമ്മൾ വിലയിരുത്തില്ല, എത്രത്തോളം നമുക്ക് അതിന് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതിനെയാണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുക. ഇനി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ സോഴ്സുകൾ ചോദിക്കാം. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് ഏതൊക്കെ വിവരങ്ങളിലൂടെ, നമുക്ക് ഏതൊക്കെ രീതികളിലൂടെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം അല്ലേ? ഒന്ന് വേൾഡ് അഫയേഴ്സ്, ഡൊമസ്റ്റിക് ഇക്കോണമീസ് അങ്ങനെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ്. അടുത്ത് ചോദിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് encompasses more than simply the purchase and sale of asset. It also involves the management of financial asset and other investment. അതായത് ഫിനാൻഷ്യൽ അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇറ്റ് എൻറ്റെയിൽസ് ഡെവലപ്പിംഗ് എ ഷോർട്ട് or long-term strategy for acquiring and disposing portfolio holdings. പോർട്ട്ഫോളിയോ ഹോൾഡിങ്സ് ഷോർട്ട് ടേം ആയിക്കോട്ടെ ലോങ് ടേം ആയിക്കോട്ടെ അത് അക്വയർ ചെയ്യും ഡിസ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റെപ്സ് ചോദിക്കുകയാണെങ്കിൽ ഓർഡറിൽ എഴുതാം. ഒന്ന് സെറ്റിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, 2 അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, 3 പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, 4 പോർട്ട്ഫോളിയോ റിവിഷൻ, 5 പെർഫോമൻസ് ഇവാലുവേഷൻ. നമുക്കത് ഓർഡർ തന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാം. അതൊന്ന് ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ROI 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഫിനാൻഷ്യൽ റേഷ്യോ ദാറ്റ് കാൽക്കുലേറ്റ് ആൻ ഇൻവെസ്റ്റേഴ്സ് ഗെയിൻ ഇൻ റിലേഷൻ ടു ദ കോസ്റ്റ് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് നമുക്കൊരു 6 ലക്ഷം കിട്ടിയാൽ 5:6 എന്ന് പറയില്ല. ഇത് ഇൻവെസ്റ്റ് ചെയ്തതും നമുക്ക് അതിന് കിട്ടിയ റിട്ടേണും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക കേട്ടോ. എന്താണ് എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ഓർ ലോസ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ ആൻറ്റിസിപ്പേറ്റ് ഓൺ എൻ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഹാസ് നോൺ എക്സ്പെക്ടഡ് റിട്ടേൺ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യില്ല, മുൻകൂട്ടി നമുക്ക് ഇത്ര അതിൽ നിന്ന് റിട്ടേൺ കിട്ടും എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കേട്ടോ. അടുത്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, CAPM എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ CAPM ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ സെക്യൂരിറ്റീസ് ആർ വാല്യൂഡ് ഇൻ ലൈൻ വിത്ത് ദർ ആൻറ്റിസിപ്പേറ്റഡ് റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്കിൻ്റെ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് CAPM. What is risk? Risk is the possibility of loss or injury. Risk is the possibility of not getting the expected return. നമുക്ക് പ്രതീക്ഷിച്ചത്ര നമുക്ക് തിരിച്ച് കിട്ടിയില്ല, അതിൻ്റെ ആ ഒരു പോസിബിലിറ്റിനെയാണ്, ആ ഒരു വരാൻ ചാൻസ് ഉള്ള അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുക. പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് റിസ്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്? The systematic risk is caused by factor external to the particular company and uncontrollable by the company. കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ശാസ്ത്രീയമായിട്ട് ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയാം. അൺസിസ്റ്റമാറ്റിക് അങ്ങനെയല്ല, ഫാക്ടർ സ്പെസിഫിക് ആണ്, യുണീക്ക് ആണ്, പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ മാത്രം റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇനി റിസ്കിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് റിസ്ക് വരാം? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് വരാം, മാർക്കറ്റ് റിസ്ക് വരാം, പർച്ചേസിംഗ് പവർ റിസ്ക് വരാം, ബിസിനസ് റിസ്ക് വരാം, ഫിനാൻഷ്യൽ റിസ്ക്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് റിസ്കുകൾ കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ഓൾറെഡി പറഞ്ഞാണ്. ഫിക്സഡ് ഇൻകം നമുക്ക് കിട്ടുന്ന ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു.
ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോവർ വൊളറ്റൈലിറ്റി ദാൻ അതർ അസറ്റ് ആണ്, അതുപോലെ ഹയർ റിട്ടേൺ ആണ്, പ്രഡിക്റ്റബിൾ ആൻഡ് സ്റ്റേബിൾ റിട്ടേൺ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത്രയാണ് നമുക്ക് അതിനകത്ത് വരുന്ന അഡ്വാൻറ്റേജസ് കേട്ടോ. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് നിന്ന് കിട്ടുന്ന നമ്മൾ പറഞ്ഞല്ലോ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ ഒക്കെ ബോണ്ടുകളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ലിക്വിഡിറ്റി ആണ്, നോട്ട് ആക്റ്റീവ്ലി ട്രേഡഡ് ആണ്, സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി എന്താണ് ബോണ്ട്? ബോണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് നമ്മൾ ഓൾറെഡി പഠിച്ച അതേ സംഭവം തന്നെ ഇവിടെ എഴുതിയാലും മതി കേട്ടോ. ഇനി ബോണ്ടിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ, ബോണ്ടിന് ഉണ്ടായിരിക്കേണ്ട ചില സവിശേഷതകളുണ്ട്. ബോണ്ട് ഈസ് ജനറലി എ ഫോം ഓഫ് ഡെറ്റ് അല്ലേ, അത് കടത്തിൻ്റെ ബേസിലുള്ള ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഈസ് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ്, അതിൻ്റെ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ് ആയിരിക്കും. അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, എല്ലാ ബോണ്ടിൻ്റെയും പ്രിൻസിപ്പൽ എമൗണ്ട് ആഫ്റ്റർ ദ മെച്യൂരിറ്റി ഡേറ്റിന് ശേഷമായിരിക്കും നമുക്കത് റീപേ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ടൈപ്സ് ഓഫ് ബോണ്ട് ഉണ്ട്, ഫിക്സഡ് റേറ്റ് ബോണ്ട് ഉണ്ട്, പെർപെച്വൽ ബോണ്ട് ഉണ്ട്, അതുപോലെ കോളബിൾ ബോണ്ട് ഉണ്ട്. ഇതൊന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അതിനകത്ത് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്, സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ബോണ്ടുകളുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ടൈപ്സ് ഓഫ് ബോണ്ട് റിസ്ക് ചോദിക്കാം, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അതുപോലെ റേറ്റിംഗ് റിസ്ക്, റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, കോൾഡ് റിസ്ക്, അതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡേറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് എനി ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വെൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് നീഡ് ടു ബി പെയ്ഡ് ടു ദ ഇൻവെസ്റ്റർ ബൈ ദ ഇഷ്യൂവർ. ഇഷ്യൂവർ കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ഡേറ്റ് ആണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എസ്റ്റിമേറ്റിംഗ് ബോണ്ട് yield. Yield is a broad purchase that refers to the return on capital invested in a bond. അതിൽ കറണ്ട് yield ഉണ്ട്. കറണ്ട് yield is a yield on a bond. ബോണ്ടിൽ ഉണ്ടാവുന്ന yieldനെയാണ് കറണ്ട് yield എന്ന് പറയുക കേട്ടോ. yield to maturity എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദ പ്രസന്റ് വാല്യൂ ഓഫ് എ ബോണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ബോണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ ഇക്വേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഡിസ്കൗണ്ട് റേറ്റിനെയാണ് yield to maturity എന്ന് പറയുക കേട്ടോ. ഇനി YTC എന്ന് പറഞ്ഞാൽ yield to call ആണ്. It is a return that would be earned if a note or bond was kept until its call date before the debt instrument matured കേട്ടോ. അടുത്ത PE റേഷ്യോ. ഈ PE റേഷ്യോ എപ്പോഴും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. PE റേഷ്യോ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. It assists to investors in determining the market value of share in relation to the company's earning. In layman's terms, you learn how much the market is willing to pay for a stock based on its past and prospective earnings. അതായത് കഴിഞ്ഞ കാലയളവിലെ പെർഫോമൻസ് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് എത്രത്തോളമാണ് മാർക്കറ്റ് കൊടുക്കാൻ തയ്യാറാകുന്ന ആ റിട്ടേൺ, അതാണ് PE റേഷ്യോ കേട്ടോ. അതുപോലെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ DD എന്ന് പറയും. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് വാല്യൂയിങ് എ കമ്പനി സ്റ്റോക്ക് പ്രൈസ്. കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, DD എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. പിന്നെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി വന്ന പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് നമുക്ക് ആദ്യം അവർക്കാണ് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക. അവർ കമ്പനിയുടെ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആദ്യത്തെ പ്രിഫറൻസ് ഷെയറിനായിരിക്കും. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യുമുലേറ്റീവ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് ഉണ്ട്, റെഡീമബിൾ, ഇറഡീമബിൾ, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂഷൻ നോക്കി. എത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. തേർഡ് മൊഡ്യൂളും ഫോർത്തും ഫിഫ്ത്തും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.